മോർണിംഗ്. നമ്മൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക് യൂണിറ്റ് 3-ലെ സേഫ്റ്റി മെഷേഴ്സ് ഓഫ് ബയോമെഡിക്കൽ എക്യുപ്മെൻ്റ് ആണ്. നമുക്കറിയാം ഹോസ്പിറ്റൽ എക്യുപ്മെൻറ്റ്സിൽ സുരക്ഷയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഹോസ്പിറ്റൽ എക്യുപ്മെൻ്റ് എന്ന് പറയുമ്പോൾ രോഗികളുടെ ജീവൻ രക്ഷിക്കാനും അവരെ ചികിത്സിക്കാനും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ടും വളരെ ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അവയൊക്കെ. അപ്പം നല്ല രീതിയിൽ മെയിൻ്റനൻസ് പ്രോഗ്രാം നടത്താത്ത ഒരു ഉപകരണമാണ് ഇലക്ട്രിക്കൽ ഉപകരണമാണെങ്കിൽ അപ്പം ഒരു പക്ഷേ അപകടങ്ങൾക്കും മരണത്തിനും തീപിടുത്തത്തിനും ഒക്കെ കാരണമായേക്കാം. അപ്പോൾ പ്രോപ്പർ മെയിൻ്റനൻസ് പ്രോഗ്രാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു മെയിൻ്റനൻസ് പ്രോഗ്രാമിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തേത് സേഫ്റ്റി ഓഫ് ടെക്നിക്കൽ പേഴ്സണൽ വൈൽ പെർഫോമിംഗ് മെയിൻ്റനൻസ്. അപ്പം മെയിൻ്റനൻസ് ടെക്നീഷ്യന്മാർ അത് മെയിൻ്റനൻസ് ചെയ്യുന്ന സമയത്ത്, ഹോസ്പിറ്റൽ ഉപകരണങ്ങൾ മെയിൻ്റനൻസ് ചെയ്യുന്ന സമയത്ത് അവരുടെ സുരക്ഷ ഉറപ്പാക്കണം. രണ്ടാമത്തത് സേഫ്റ്റി ഓഫ് യൂസർ ആഫ്റ്റർ മെയിൻ്റനൻസ്. അപ്പം മെയിൻ്റനൻസ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മൾ യൂസറിന് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് യൂസർ എന്ന് പറയുമ്പോൾ പേഷ്യൻസും ഓപ്പറേറ്റേഴ്സും 2 പേരുടെ സുരക്ഷ. മൂന്നാമത്തത് ഇൻഫെക്ഷൻ കൺട്രോൾ. ഈ ഓരോ കേസും ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റി ഓഫ് ടെക്നിക്കൽ പേഴ്സണലും യൂസറും അതുപോലെ ഇൻഫെക്ഷൻ കൺട്രോളൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഒന്നാമത്തെ പോയിന്റ് എടുക്കാം, സേഫ്റ്റി ഓഫ് ടെക്നിക്കൽ പേഴ്സണൽ വൈൽ പെർഫോമിംഗ് മെയിൻ്റനൻസ്. അപ്പം ടെക്നിക്കൽ പേഴ്സണൽ ഈ കൈകാര്യം ചെയ്യുന്ന മെയിൻ്റനൻസ് ചെയ്യുന്ന ആൾക്കാരുടെ സുരക്ഷയ്ക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്ന് നോക്കാം. ആദ്യമായിട്ട് ഡിസ്കണക്ട് ദ എക്യുപ്മെൻറ്റ് ഫ്രം ഇലക്ട്രിക്കൽ പവർ സോഴ്സ്. അപ്പം അത് നമുക്ക് ആർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. ഒരു ഉപകരണം റിപ്പയർ ചെയ്യുന്നതിന് മുന്നേ പവർ സോഴ്സിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തത് ഓരോ മെഡിക്കൽ ഉപകരണവും ഓരോ മെഡിക്കൽ ടെക്നോളജീനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ വർക്കിംഗ്. അപ്പോൾ അതിൻ്റേതായ റിസ്ക്സും ഹസാർഡ്സും ഉണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ച് ടെക്നീഷ്യന് കൃത്യമായ അവയർനെസ് ഉണ്ടായിരിക്കണം. അതിന് നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവണം. ഉദാഹരണത്തിന് ലാബിലൊക്കെ ഹസാർഡസ് ആയിട്ടുള്ള കെമിക്കൽസൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ കെമിക്കൽ ഹസാർഡ്സ് ഉണ്ടാകാം. അപ്പം അതൊന്നും വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. ഇപ്പം റേഡിയേഷൻ ഹസാർഡ്സ്, ഇപ്പം എക്സ്റേ ആയിട്ടോ അല്ലെങ്കിൽ CT അല്ലെങ്കിൽ റേഡിയോ തെറാപ്പി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ റേഡിയേഷൻസ് ഉണ്ടാകാം. അപ്പം അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഹസാർഡ്സ്, MRI എന്ന ഒരു ഉപകരണമുണ്ട്, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്. അതിലൊക്കെ വളരെ ഹൈ ആയിട്ടുള്ള മാഗ്നറ്റിക് സ്ട്രെങ്ത് ഉള്ള ഉപകരണങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് അവിടെ എടുക്കണം. പിന്നെ ഹസാർഡ്സ് ഫ്രം കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടേഴ്സ്. അപ്പം കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടേഴ്സൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഗ്യാസ് ലീക്കേജസ് വരാം. അപ്പോൾ സ്പാർക്കൊക്കെ ഉണ്ടെങ്കിൽ എക്സ്പ്ലോഷൻസ് വരെ വരാം. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഓരോ തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് കൈകാര്യം ചെയ്യുന്ന സമയത്തും ഹസാർഡ്സിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സിൻ്റെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവണം ഈ ടെക്നിക്കൽ പേഴ്സണലിന്. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് അടുത്തത് എന്താണ്, സേഫ്റ്റി ഓഫ് യൂസർ ആഫ്റ്റർ മെയിൻ്റനൻസ്. മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് ഈ ഉപകരണം യൂസർ എൻഡിലേക്ക് ഓപ്പറേറ്റേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് എൻഷുർ ചെയ്യേണ്ടതെന്ന്. അപ്പം പിന്നെ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ ഈ ഡിവൈസ് ഏത് ഉപകരണമാണോ മെയിൻ്റനൻസ് നടത്തി കഴിഞ്ഞിട്ടുള്ളത് അത് ബോത്ത് ഇലക്ട്രിക്കലി ആൻഡ് മെക്കാനിക്കലി സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇതുവഴി രോഗിക്കോ അതല്ലെങ്കിൽ ഉപയോഗിക്കുന്നവർക്കോ ഒരു തരത്തിലുള്ള ആപത്ത് വരാത്ത രീതിയിൽ ഫുള്ളി സെക്യൂർ ആണെന്ന് ഉറപ്പിച്ചിട്ടേ കൈമാറാവും. പിന്നെ ഗ്രൗണ്ട് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യണം, ലീക്കേജ് കറണ്ട് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ ഓപ്പറേറ്ററിന് ബേസിക് ഓപ്പറേഷണൽ ചെക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ചിലപ്പം ഓരോ ഉപകരണം ഓരോ തരത്തിലായിരിക്കും. ചില ഉപകരണം ഓരോ യൂസിൻ്റെ മുന്നേയും ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചിലത് ഡെയിലി മെയിൻ്റനൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള മുൻകരുതലുകളൊക്കെ ചെക്കുകളൊക്കെ ചെയ്യാൻ ഓപ്പറേറ്റേഴ്സിന് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവണം. പിന്നെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഉപകരണത്തിൻ്റെ മേലെ എഴുതി ഒട്ടിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ എന്തെങ്കിലും ഇൻഫെക്ഷൻ റിസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള
പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് PPE കിറ്റൊക്കെ ഉപയോഗിക്കാൻ ഓപ്പറേറ്റേഴ്സിനെ അതേപോലെ പേഷ്യൻസിനെ ബോധവാന്മാരാക്കണം. മൂന്നാമത്തെ കാര്യം ഇൻഫെക്ഷൻ കൺട്രോളാണ്. ഇപ്പം ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുമ്പം 2 തരത്തിലുണ്ട്. ഇപ്പം ജനറൽ പ്രിക്കോഷൻ, ഇപ്പം ഒരു കണ്ടാമിനേറ്റഡ് എക്യുപ്മെൻറ്റ് ഒരിക്കലും റിപ്പയറിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് മാത്രമേ അത് മെയിൻ്റനൻസ് നടത്താവൂ. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. പിന്നെ ഒരു ടെക്നീഷ്യൻ ആണെന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി ചെല്ലാനോ ഒന്നും പാടില്ല. മെയിൻ്റനൻസ് ടെക്നീഷ്യൻ അവിടെ ഏതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയയിലാണെങ്കിലും അവിടെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ് കോഡ്, സ്ക്രബ്സ്, ആ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ കറക്റ്റ് സേഫ്റ്റി എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻഫെക്ഷൻസ് അങ്ങോട്ടും വരാം ഇങ്ങോട്ടും വരാം. അപ്പോൾ അത് വളരെയധികം കെയർഫുൾ ആയിരിക്കണം. പിന്നെ എക്സ്പോഷറിൻ്റെ റിസ്ക് ഉണ്ടാകുന്ന സമയത്തൊക്കെ PPE വർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ വേണ്ട സമയത്ത് ഐ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് ജനറൽ പ്രിക്കോഷൻസ്. പിന്നെ എക്യുപ്മെൻറ്റ് പ്രിക്കോഷൻസ് ഉണ്ട്. ഓരോ എക്യുപ്മെൻറ്റും ഇന്ന രീതിയിലായിരിക്കണം സർവീസ് ചെയ്യുന്നതെന്ന് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ടാകും. അപ്പോൾ അതനുസരിച്ച് മാത്രമേ മെയിൻ്റനൻസ് നടത്താൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള രക്ഷ ഉണ്ടാവുള്ളൂ. പിന്നെ ഓരോ എക്യുപ്മെൻറ്റിൻ്റെ ഫിൽറ്റേഴ്സ്, നോൺ HEPA ഫിൽറ്റേഴ്സ് ആണെങ്കിൽ അതിന് ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യണം. പിന്നെ HEPA ഫിൽറ്റേഴ്സ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി PPE കിറ്റൊക്കെ ഇട്ടിട്ട് വേണം അത് എൻഷുർ ചെയ്യാൻ. അപ്പം അങ്ങനെ ഇതൊക്കെയാണ് ഇൻഫെക്ഷൻ കൺട്രോളിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് വളരെ കൃത്യമായിട്ട് പാൻഡമിക്കിൻ്റെ കാലഘട്ടത്തിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമാണ് അല്ലേ. അപ്പം നമുക്കറിയാം, ഒരു വെന്റിലേറ്റർ ഒരാൾ യൂസ് ചെയ്യാണ്, അതേ വെന്റിലേറ്റർ ക്ലീൻ ചെയ്യാതെ അല്ലെങ്കിൽ പ്രോപ്പർ മെയിൻ്റെനൻസ് ചെയ്യാതെ വേറൊരാൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ഫംഗസ്, യെല്ലോ ഫംഗസ് മുതലായ രോഗങ്ങൾ വരും എന്നുള്ള ധാരണയൊക്കെ നമുക്ക് ഇപ്പോൾ ഉണ്ട്. അപ്പം ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പമുണ്ട് അല്ലേ. ഇലക്ട്രിക്കൽ സേഫ്റ്റിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് ഇലക്ട്രിസിറ്റി നമ്മുടെ ശരീരത്തിലൂടെ പാസ് ചെയ്താലുണ്ടാവുന്ന എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ചാർട്ട് ശ്രദ്ധിക്കൂ. 1 മില്ലി ആംപിയർ വരെ നമുക്ക് ഒരു ടിംഗ്ലിംഗ് സെൻസേഷനാണ് ഉണ്ടാകുന്നത്. ആ ഒരു റേഞ്ചിനെ പറയുന്നതാണ് ത്രെഷോൾഡ് ഓഫ് പെർസെപ്ഷൻ. 5 മില്ലി ആംപിയർ വരെ സ്ലൈറ്റ് ഷോക്ക് ഫെൽറ്റ്, നോട്ട് പെയിൻഫുൾ ബട്ട് ഡിസ്റ്റർബിങ്. അതായത് ചെറിയ ഷോക്ക് അടിക്കും, പക്ഷെ അത് പെയിൻഫുൾ ഒന്നും ആയിരിക്കില്ല. അത്ര നമ്മളെ ബോഡിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഷോക്ക് അടിക്കും. 6 തൊട്ടിട്ട് 20 മില്ലി ആംപിയർ വരെ പെയിൻഫുൾ ഷോക്കാണ്. ലെറ്റ് ഗോ റേഞ്ച് എന്നാണ് ഇതിന് പറയുന്നത്. കൈ തെറിച്ചു പോകും ആ ഒരു റേഞ്ച് വരെ. 50 മില്ലി ആംപിയർ ആണെങ്കിൽ എക്സ്ട്രീം പെയിൻ, റെസ്പിറേറ്ററി അറസ്റ്റ്, സിവിയർ മസ്കുലർ കോൺട്രാക്ഷൻ, ഇതൊക്കെയാണ് എഫക്ട്സ്. ഭയങ്കര വേദനയായിരിക്കും, റെസ്പിറേറ്ററി അറസ്റ്റ് വരാം, സിവിയർ മസ്കുലർ കോൺട്രാക്ഷൻ, നമ്മളെ കൈ അവിടെ കോൺട്രാക്ട് ചെയ്തിട്ട് പറ്റിപ്പിടിച്ചു പോകുന്ന അവസ്ഥ, നമുക്ക് സ്വയമേ റിലീസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്താം. 100 മില്ലി ആംപിയർ ആണെങ്കിൽ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, ഹാർട്ട് അറ്റാക്കുള്ള ഒരവസ്ഥ. 5 ആംപിയർ വരികയാണെങ്കിൽ ബേൺസ്, സസ്റ്റെയിൻഡ് മയോകാർഡിയൽ കോൺട്രാക്ഷൻ, റെസ്പിറേറ്ററി പാരാലിസിസ് ആൻഡ് പ്രോബബ്ലി ഡെത്ത്. അല്ലാതെ ശരീരം തന്നെ കരിഞ്ഞു പോകാം. മയോകാർഡിയൽ കോൺട്രാക്ഷൻ, ഹാർട്ട് അറ്റാക്ക്, റെസ്പിറേറ്ററി പാരാലിസിസ്, പിന്നെ ആൾ മരിച്ചും പോകാം. ഇപ്പം physiological effects of current depends not only on the magnitude but also on the current pathway through the body. അപ്പം നമ്മൾ ഇപ്പം ഇതിനു മുന്നേ കണ്ടത് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ച് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഫിസിയോളജിക്കൽ എഫക്ട്സ് ആണ്. അപ്പോൾ ഇത് മാഗ്നിറ്റ്യൂഡിനെ മാത്രമല്ല, ഏത് പാത്വേയിലൂടെയാണ് കറണ്ട് ശരീരത്തിലേക്ക് പാസ് ചെയ്യുന്നത് എന്നുള്ള പാത്വേയും കൂടെ അനുസരിച്ചാണ് കറണ്ടിൻ്റെ ആഘാതം. അപ്പോൾ 2 പർട്ടിക്കുലർ സിറ്റുവേഷൻസ് ഉണ്ടാവാം. ഒന്നാമത്തേത് മാക്രോ ഷോക്ക്. അപ്പോൾ ഏതെങ്കിലും ലൈവ് വയർ ടച്ച് ചെയ്താലുണ്ടാകുന്ന ഷോക്കാണ് മാക്രോ ഷോക്ക്. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. വേറെ ഒരു പ്രത്യേകതര ഷോക്കാണ് മൈക്രോ ഷോക്ക്. ദ എഫക്റ്റ് ഓഫ് കറണ്ട് അപ്ലൈഡ് ഡയറക്ട്ലി ടു ദ സർഫസ് ഓഫ് ദി ഹാർട്ട്. ഏതെങ്കിലും കത്തീറ്റർ വഴിയോ ഒക്കെ ഹാർട്ടിലേക്ക് നേരിട്ട് വരുന്ന ഷോക്കാണ് മൈക്രോ ഷോക്ക്. ഇത് വളരെ ചെറിയ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പം മൈക്രോ ഷോക്കും മാക്രോ ഷോക്കും ഒക്കെ നമുക്ക് ഹസാർഡസ് തന്നെയാണ്.
ഇതൊക്കെയാണ് ഫിസിയോളജിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അടുത്തത് ബേസിക് ഇലക്ട്രിക്കൽ സേഫ്റ്റി പ്രിക്കോഷൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ടെക്നീഷ്യൻ ആ ഹോസ്പിറ്റലിൻ്റെ ഇലക്ട്രിക്കൽ വയറിംഗ് പ്ലാൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പം കൺട്രോൾ പാനൽസ്, മെയിൻ സ്വിച്ച്, ELCD, LCD തുടങ്ങിയവയുടെ സ്പെസിഫിക്കേഷൻസ് അറിഞ്ഞിരിക്കണം. പിന്നെ ഇലക്ട്രിക്കൽ സേഫ്റ്റി എൻഷുർ ചെയ്യാനുള്ള പൊതുവായിട്ടുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ എക്യുപ്മെൻറ്റിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ലൊക്കേഷൻ പ്രധാനമാണ്. ഡാംപ് കണ്ടീഷൻസ് കഴിയുന്നത്ര ഒഴിവാക്കണം. മോയ്സ്ചർ ഉണ്ടാകുന്ന സമയത്താണ് ഷോക്ക് അടിക്കാനുള്ള സാധ്യത കൂടുതൽ. അപ്പം അങ്ങനെയുള്ള ലൊക്കേഷൻസിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല. പിന്നെ എക്സ്റ്റൻഷൻ കോർഡ്സൊക്കെ ഒഴിവാക്കിയിട്ട് മെയിൻ സോഴ്സിന് വളരെ അടുത്ത് തന്നെ എക്യുപ്മെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. ക്വാളിറ്റി കൂടിയ ഹോസ്പിറ്റൽ ഗ്രേഡ് വയർസ്, പ്ലഗ്, സോക്കറ്റ് മുതലായവ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വാഷ് ബേസിൻ്റെ ഒക്കെ അടുത്തുനിന്ന് മിനിമം 2 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും ഉണ്ടാവണം പ്ലഗ്സിനൊക്കെ. പിന്നെ പ്ലഗ്സ്, റിസെപ്റ്റക്കിൾസ് മുതലായവ എക്യുപ്മെൻറ്റ് കപ്പാസിറ്റി അനുസരിച്ചിട്ട് ആയിരിക്കണം. അപ്പം ലോ പവർ ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ 5 ആംപിയർ, ഹൈ പവർ ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ 15 ആംപിയർ പ്ലഗ്സ് ഉപയോഗിക്കണം. ഓരോ എക്യുപ്മെൻറ്റിനെയും പ്രൊട്ടക്ഷന് വേണ്ടി ഫ്യൂസസ് ഇൻബിൽറ്റ് ആയിരിക്കും. കറക്റ്റ് സൈസ്, സ്പെസിഫൈഡ് റേറ്റിംഗ് ഒക്കെയുള്ള ഫ്യൂസസ് ആണ് ഉപയോഗിക്കുന്നത്. ഫ്യൂസസ് ഒരിക്കലും ബാർ വയർ ഉപയോഗിച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പാടില്ല. ഹോസ്പിറ്റൽ എക്യുപ്മെൻറ്റ്സിൽ ഷോക്ക് ഹസാർഡ്സ് ഒഴിവാക്കാൻ വേണ്ടി ഈ പറഞ്ഞത് അല്ലാതെ കുറച്ചുകൂടി സേഫ്റ്റി മെഷേഴ്സ് എടുക്കും. ഒന്നാമത്തേത് എൻഷുർ പ്രോപ്പർ ഗ്രൗണ്ടിങ്. എക്യുപ്മെൻറ്റ്സിൻ്റെ എല്ലാ മെറ്റൽ പാർട്സും ഗ്രൗണ്ടുമായിട്ട് നേരിട്ട് കണക്റ്റഡ് ആയിരിക്കും. പേഷ്യൻസിന് ഷോക്ക് അടിക്കാനുള്ള എല്ലാ സാധ്യതയും ഒഴിവാക്കാൻ വേണ്ടിയാണത്. രണ്ടാമത്തത് ഡബിൾ ഇൻസുലേഷൻ. പേഷ്യൻ്റായിട്ട് കോണ്ടാക്റ്റ് വരുന്ന എല്ലാ പാർട്സും നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. മൂന്നാമത്തെ ഒരു മെത്തേഡ് ഐസൊലേഷൻ ഓഫ് പേഷ്യൻ്റ് കണക്റ്റഡ് പാർട്സ്. പേഷ്യൻ്റെ ദേഹത്ത് ലീഡ്സ് അറ്റാച്ച് ചെയ്യുന്ന തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സിൽ, ഉദാഹരണത്തിന് ECG, EMG, EEG, പേസ് മേക്കർ ഇവയിലൊക്കെ തന്നെ കേബിൾ സർക്യൂട്ട്സൊക്കെ ഒരു ഐസൊലേറ്റഡ് ഇൻപുട്ട്സ് ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ട് ഉപകരണത്തിൻ്റെ ബാക്കി സർക്യൂട്ട്സിൽ നിന്നും ഐസൊലേറ്റഡ് ആയിരിക്കും. ഇതൊക്കെ ഷോക്ക് അടിക്കാതിരിക്കാനുള്ള എക്സ്ട്രാ പ്രിക്കോഷൻസ് ആണ്. സേഫ്റ്റി കോഡ്സ് ഫോർ ഇലക്ട്രോ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്. ഇൻ്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മിറ്റി IEC എന്ന കുറേ രാജ്യങ്ങൾ കൂടിയിട്ടുള്ള ഓർഗനൈസേഷൻ IEC 601 എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ ഇലക്ട്രോ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിന് മാനുഫാക്ചേഴ്സിനും അതേപോലെ ഹോസ്പിറ്റൽ സേഫ്റ്റിക്കുമുള്ള യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ്സ് ആണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇന്ത്യയിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ISI മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിന് ജനറലായിട്ടും ചില മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിന് ECG, EEG, EMG, എക്സ്റേ, ഡീഫിബ്രിലേറ്റർ മുതലായ എക്യുപ്മെൻറ്റ്സിന് പ്രത്യേകമായിട്ടും നാഷണൽ ലെവൽ സ്റ്റാൻഡേർഡ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഗൈഡ് ലൈൻസൊക്കെ അഡിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സേഫ്റ്റി എൻഷുർ ചെയ്യാം. ഒരു എക്യുപ്മെൻറ്റ് കേടായാൽ നമ്മൾ ആദ്യം തന്നെ സ്ക്രൂ ഡ്രൈവർ എടുത്ത് അത് അഴിച്ചു പണിയല്ല വേണ്ടത്. ആ എക്യുപ്മെൻറ്റ് യൂസറിനോട് സംസാരിച്ച് എന്താണ് പ്രശ്നം എന്ന് കേൾക്കണം. അത് കഴിഞ്ഞ് എക്യുപ്മെൻറ്റ് ഒബ്സർവ് ചെയ്തിട്ട് എന്തായിരിക്കാം പ്രശ്നങ്ങളെന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കണം. ഡോക്ടേഴ്സ് ഒരു രോഗിയിൽ ടെസ്റ്റുകളൊക്കെ നടത്തിയാണ് എന്താണ് രോഗമെന്ന് ഡയഗ്നോസിസ് നടത്തുന്നത്. അതുപോലെ എക്യുപ്മെൻറ്റ്സിൻ്റെ ഫോൾട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനുള്ള പ്രോസസ്സിന് പറയുന്ന പേരാണ് ട്രബിൾ ഷൂട്ടിംഗ്. എക്യുപ്മെൻറ്റ് വർക്കാകാത്തത് ഒരു പക്ഷേ മെയിൻസിൽ നിന്നും പവർ എത്താത്തതായിരിക്കാം. അപ്പം പവർ സ്വിച്ച് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് ലൈൻ ഫ്യൂസ് ചെക്ക് ചെയ്യണം. അടുത്തത് ഇലക്ട്രിക്കൽ കേബിൾ ഫോൾട്ടാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതൊക്കെ അല്ല എന്ന് ഉറപ്പിച്ചാൽ മാത്രമേ എക്യുപ്മെൻറ്റ് ഇൻറ്റേർണൽ ഫോൾട്ട് ഉണ്ട് എന്നുള്ള നിഗമനത്തിലെത്താവൂ. അത് കഴിഞ്ഞ് എക്യുപ്മെൻറ്റ് ഫ്യൂസ് ചെക്ക് ചെയ്യണം. കറക്റ്റ് റേറ്റിംഗ് ഉള്ള ഫ്യൂസ് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. പാരാമെഡിക്കൽ ടെക്നീഷ്യൻ പിന്നീട് മാനുഫാക്ചർ തന്നിട്ടുള്ള മെയിൻ്റെനൻസ് മാനുവൽ പ്രകാരം മെയിൻ്റെനൻസ് നടത്താം. നമ്മുടെ കയ്യിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അത് ഓത്തറൈസ് പേഴ്സണലിൻ്റെ അടുത്ത് റെഫർ ചെയ്യാം. എക്യുപ്മെൻറ്റ് ഫോൾട്ട് വന്നാൽ എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ മനുഷ്യൻ്റെ കേസിലാണെങ്കിലും എക്യുപ്മെൻ്റ് കേസിലാണെങ്കിലും പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പം കേടുവന്ന് നന്നാക്കുന്നതിനേക്കാൾ
കേട് വരാതെ നോക്കുകയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം മാനുഫാക്ചറർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് പ്രൊസീജിയേഴ്സും കൃത്യമായ ഇടവേളകളിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്യുപ്മെൻറ്റ്സിൻ്റെ ലൈഫ് എഫിഷ്യൻസി ഒക്കെ കൂട്ടാം. അതുപോലെ ഹോസ്പിറ്റലിൻ്റെ അനാവശ്യ ചിലവുകളും നമുക്ക് ഒഴിവാക്കാം. അപ്പം എപ്പോഴും ഒരു ചെക്ക് ലിസ്റ്റിനനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇടവേളകളിൽ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. മെഡിക്കൽ ലബോറട്ടറി എക്യുപ്മെൻറ്റ്സിൻ്റെ ഇൻസ്റ്റലേഷൻ സമയത്തും അവയുടെ മെയിൻ്റെനൻസ് സമയത്തുമൊക്കെ പാലിക്കേണ്ടതായിട്ടുള്ള പ്രിക്കോഷൻസിനെ കുറിച്ച് ഈ രംഗത്ത് വളരെയധികം വർഷങ്ങളിൽ എക്സ്പീരിയൻസ് ഉള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറായ ശ്രീ സിറാജുദ്ദീൻ അസീസ് സർ നമ്മളോട് സംസാരിക്കും. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് വേരിയസ് സേഫ്റ്റി ഇഷ്യൂസ് റിലേറ്റഡ് ടു മെയിൻ്റനൻസ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. മെഡിക്കൽ എക്യുപ്മെന്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പല മേഖലയിലുള്ള പല ഡിപ്പാർട്ട്മെന്റിലുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ട്. കാഷ്വാലിറ്റി, റേഡിയേഷൻ, എക്സ്റേ റിലേറ്റഡ് സംഭവങ്ങൾ, ലബോറട്ടറി, ICU, പേഷ്യന്റ് വാർഡ്സ്, സ്റ്റെറിലൈസേഷൻ, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലബോറട്ടറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലബോറട്ടറിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മളവിടെ ഒരു പേഷ്യന്റിന്റെ എക്സ് ഓർ വൈ പേഷ്യന്റ് ആവാം, അതല്ലെങ്കിൽ അയാളൊരു സസ്പെക്റ്റഡ് പേഷ്യന്റ് ആവാം, ആ രീതിയിൽ വരുന്ന ഒരാളുടെ ബോഡി ഫ്ലൂയിഡ്സ് ആണ് പ്രധാനമായിട്ടും ലാബിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അത് ബ്ലഡ്, യൂറിൻ, സ്റ്റൂള്, സ്പ്യൂട്ടം, അങ്ങനെ ഏത് രീതിയിലുള്ള ബോഡി ഫ്ലൂയിഡ്സോ, അതല്ലെങ്കിൽ സർജറിക്ക് ശേഷമുള്ള ടിഷ്യൂസ്, അതല്ലെങ്കിൽ ഒരു ക്യാൻസറസ് കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനുള്ള ബയോപ്സി സാമ്പിൾ, ഇതെല്ലാമാണ് നമ്മൾ ലാബോറട്ടറിയിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോഡി ഫ്ലൂയിഡ്സ്, അതല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന ഇൻപുട്ട് സോഴ്സ്, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിന് നമ്മളൊരു വളരെ സേഫായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട സാധനങ്ങളാണ്. കാരണം ഒരു പേഷ്യന്റിൽ നിന്നും മറ്റൊരു പേഷ്യന്റിലേക്ക് അസുഖം കൈമാറ്റപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ഒരു ബ്ലഡ് സാമ്പിൾ, ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് സാമ്പിൾ കൈകാര്യം ചെയ്തതിന് ശേഷം കൃത്യമായി ക്ലീനിങ്ങും ഒന്നും ചെയ്യാതെ തന്നെ അടുത്തൊരു പേഷ്യന്റിന്റെ സാമ്പിൾ ടെക്നീഷ്യൻ കൈകാര്യം ചെയ്താൽ ഒരു പേഷ്യന്റിൽ നിന്നും മറ്റൊരു പേഷ്യന്റിലേക്ക് ഒരു ക്രോസ് കണ്ടാമിനേഷനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതെല്ലാം വ്യക്തമായിട്ട് ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു ജനറൽ ലാബിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡീൽ ചെയ്യുന്നത് വളരെ അസാഡസ് ആയിട്ടുള്ള, വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പേഷ്യന്റിന്റെ സാമ്പിളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ സേഫ്റ്റി മെഷേഴ്സ് ആയിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കണം. ചില സ്ഥലങ്ങളിൽ നമ്മൾ മാസ്ക് ഉപയോഗിക്കേണ്ടി വരും. ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും UV ലൈറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന മെഷീൻസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ സേഫ്റ്റി ഗൂഗിൾസ് ഉപയോഗിക്കേണ്ടി വരും. നേക്കഡ് ഐ കൊണ്ട് UV ലാമ്പിലേക്ക് നോക്കാൻ പാടില്ല. അതുപോലെ തന്നെ കഴിയുന്നതും പുതിയ അഡ്വാൻസ് ഹോസ്പിറ്റലുകളിലെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നോൺ കോണ്ടാക്റ്റഡ് ആയിട്ടുള്ള സെൻസർ വെച്ചുള്ള ഡോർസ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും. നമ്മൾ ഡയറക്റ്റ് നമ്മളെ കൈകൊണ്ട് തൊട്ട് ഡോർ തുറക്കുക, സ്വിച്ച് ഓൺ ചെയ്യുക, അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള പുതിയ മെത്തഡോളജികളൊക്കെ ഇന്നത്തെ പുതിയ അഡ്വാൻസ് ഹോസ്പിറ്റലുകളുണ്ട്. നമ്മുടെ നാട്ടിൽ അത്ര എത്തിയിട്ടില്ല എന്നുള്ളൂ. മറ്റൊരു കാര്യം, ലബോറട്ടറി ആകുമ്പോൾ അതിന് നല്ല വെന്റിലേഷൻ വേണ്ടി വരും. എപ്പോഴും വെന്റിലേഷൻ, അതോടൊപ്പം തന്നെ വൈറോളജി ലാബൊക്കെ ആകുമ്പോൾ അത് ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ ലാബിൽ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എയർ പുറത്തുള്ള ഫെസിലിറ്റീസിലേക്ക്, അത് പുറത്തുള്ളത് ഒരുപക്ഷെ ICU ആയിരിക്കാം, അല്ലെങ്കിൽ വാർഡായിരിക്കാം, അങ്ങോട്ടേക്ക് പോവാതെ ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സെൻട്രൽ എയർ കണ്ടീഷനിൽ അതനുസരിച്ചിട്ടുള്ള ഫിൽറ്ററുകൾ, അത് ഹെപ്പ ഫിൽറ്ററോ കാർബൺ ഫിൽറ്ററോ വാട്ടവർ, അത് അതിന്റെ ടെക്നിക്കൽ എക്സ്പെർട്സ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം. അത് ഇൻസ്റ്റലേഷൻ ടൈമിൽ നമ്മുടെ ജനറൽ റിക്വയർമെന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ലബോറട്ടറി ആണെങ്കിലും ഏത് ഹോസ്പിറ്റൽ പ്രിമൈസ് ആണെങ്കിലും നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്തായാലും ഉണ്ടാകും. അത് ഇപ്പോൾ സർജറി ചെയ്യുന്ന സ്ഥലത്ത് ലാബിലും അതേ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ബ്ലഡ് എടുക്കുന്ന സ്ഥലം, അതിന് ടെക്നിക്കലി ഫിലോബോട്ടമി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സിറിഞ്ച് ഒരു പക്ഷേ ടെക്നീഷ്യന്റെ കയ്യിൽ മുട്ടാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ CBC അനലൈസർ, അതിലെല്ലാം ഫൈൻ നീഡിൽസ് ഉണ്ട് സാമ്പിൾ ആസ്പിറേറ്റ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ ടിഷ്യൂ കട്ട് ചെയ്യുന്ന മൈക്രോട്ടോം ഹിസ്റ്റോപത്തോളജി ലാബിൽ അവിടെ വളരെ ഷാർപ്പായിട്ടുള്ള ബ്ലേഡ്സ് ഉണ്ട്. അപ്പൊ ഇതിലെല്ലാം ടെക്നീഷ്യനും ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട് അപകടം സംഭവിക്കാനായിട്ട്. അത്തരം അപകടങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് അവിടെ ലാബിൽ ഉണ്ടാവണം. നെക്സ്റ്റ് കേസ്, നമ്മളെപ്പോഴും ലാബ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ
കെമിക്കൽസ് ഉണ്ടാകും. നേരത്തെ പറഞ്ഞ നമ്മുടെ ഇൻപുട്സ് ആയിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സ്, പേഷ്യന്റിന്റെ ഫ്ലൂയിഡ്സ് ഉണ്ടാകും. അപ്പൊ ഇത്തരം സാധനങ്ങൾ കയ്യിൽ നിന്ന് താഴെ വീണ സ്പില്ലേജ് ചാൻസുകളുണ്ട്. അപ്പോൾ അത്തരം സ്പില്ലേജ് വന്നു കഴിഞ്ഞാൽ അതിനെ അബ്സോർബ് ചെയ്യുന്ന ടൈപ്പുള്ള സ്പില്ലേജ് കിറ്റുകളും ലാബിൽ വളരെ ജനറൽ ആയിട്ട് വേണ്ട ഒരു സാധനമാണ്. നെക്സ്റ്റ് കേസ് ഈ സെൻട്രിഫ്യൂജ് പോലെ സാധനങ്ങൾ, അതൊക്കെ വളരെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഒരു പക്ഷേ അതിനെന്തെങ്കിലും ഡാമേജ് വരിക. അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കെമിക്കൽ കൈകാര്യം ചെയ്യുമ്പോൾ അത് നമ്മുടെ കണ്ണിലോ കയ്യിലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ലാബോറട്ടറികളിൽ നമുക്കൊരു ഐ വാഷും ഒരു ഷവർ ഫെസിലിറ്റിയും ഉണ്ടാവും. അത് ജനറൽ റിക്വയർമെന്റ് ആണ്. അപ്പൊ അത്തരം ആക്സിഡന്റ് വന്ന ഉടനെ തന്നെ നമ്മൾ ആദ്യം തന്നെ കണ്ണ് നല്ലതായിട്ട് റണ്ണിങ് വാട്ടറിൽ കഴുകണം. അതിനുശേഷം സെക്കൻഡ് ഒപ്പീനിയൻ ഡോക്ടറെ കാണണം. അത് എല്ലാ ലാബിന്റെ ലാബ് എന്നല്ല, ഒരു ജനറൽ സേഫ്റ്റി മെഷർമെന്റ് ആണ്. ലബോറട്ടറിയിൽ ലാബ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കെമിക്കൽ റിലേറ്റഡ് ആണ്. അപ്പോൾ ആ ലാബിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്പെസിഫിക് കെമിക്കൽസ് ഉണ്ടാവും. അത് മൈക്രോബയോളജി ലാബാണെങ്കിലും ഹെമറ്റോളജി ആണെങ്കിലും ബയോകെമിസ്ട്രി ആണെങ്കിലും ഒക്കെ അതിന് പല ടൈപ്പ് ഓഫ് കെമിക്കൽസ്, അത് റിയേജൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. ഇതെല്ലാം തന്നെ ഒരു പക്ഷേ വെരി ഹസാഡസ് ആയിരിക്കും, ഹൈലി ഇൻഫ്ലമബിൾ ആയിരിക്കും, അതല്ലെങ്കിൽ ഹൈലി കൊറോസീവ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ സ്റ്റോറേജ് ഫെസിലിറ്റീസും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളത് വെക്കുന്ന സ്ഥലങ്ങൾ, അത് ക്യാബിനറ്റ് ആണെങ്കിലോ കബോർഡ് ആണെങ്കിലോ അത് ഫയർ റെസിസ്റ്റന്റ് ആയിരിക്കണം, കൊറോഷൻ റെസിസ്റ്റന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ എമർജൻസിക്ക് മറ്റ് ആൾക്കാർക്ക് എപ്പോഴും വന്നിട്ട് ഓടി വന്ന് എടുക്കാവുന്ന രീതിയിലുള്ള സ്ഥലത്തായിരിക്കും അത് വെക്കുന്നത്. അതിന് ഒരുപക്ഷെ സേഫ്റ്റി ലോക്കോ അത്തരം കാര്യങ്ങളൊക്കെ അതിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഒരു കാര്യം, ഇത്തരം കെമിക്കൽസിൽ നിന്ന് നമുക്ക് ഇതുപോലെ തന്നെ ഫ്യൂംസ് ഉണ്ടാവും. ഈ ഫ്യൂംസും നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് പറഞ്ഞാൽ അത് ഹസാഡസ് ആണ്. ടെക്നീഷ്യന്മാർ എപ്പോഴും അത്തരം ഒരു കെമിക്കലി പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതിന് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ എക്സോസ്റ്റ് ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ടാവും. അത് ചെറിയ ഡക്റ്റ് വെച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫെസിലിറ്റീസ്, അത് കാർബൺ ഫിൽട്ടർ പോലെ ഈ ഫ്യൂംസ് അബ്സോർബ് ചെയ്യാനും അതിന്റെ സ്മെല്ല് അബ്സോർബ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അത് ഓരോ സ്പെസിഫിക് മെഷീൻ, ആ മെഷീൻ ഡിപ്പെൻഡന്റ് ആണ്. ചില മെഷീൻസിൽ കെമിക്കൽ ഉപയോഗിക്കുന്നുണ്ടാവില്ല, ചിലതിലുണ്ടാവും. അപ്പോൾ ഉപയോഗിക്കുന്ന മെഷീൻസിൽ അതിനുള്ള ഫെസിലിറ്റീസ്, അതിന്റെ വെന്റിലേഷൻസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആ വെന്റിലേഷന്റെ സ്പെസിഫിക്കേഷനും ചില മെഷീൻസിലേക്ക് പറയുന്നിട്ടുണ്ടാവും. അത് ഇത്ര RPM ഉള്ള ഫാൻ വേണം, ഇത്ര എയർ ഇൻലെറ്റ് വേണം, ഇത്ര എയർ എക്സോസ്റ്റ് ഫെസിലിറ്റി എല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് കെമിക്കൽ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും വെന്റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊന്ന് സൺലൈറ്റ്. എല്ലാ മെഷീൻസും നമുക്ക് സൺലൈറ്റ് എക്സ്പോസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല. ചില മെഷീൻസ് ലൈക്ക് സ്പെക്ട്രോഫോട്ടോമീറ്റർ ഇതെല്ലാം അതിന്റെ റിസൾട്ടിനെ ബാധിക്കും. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലായിരിക്കണം ചില മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതും നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചില റിയേജൻസ്, അത് ഇപ്പോൾ യൂറിൻ ഒക്കെ ചെക്ക് ചെയ്യുന്ന യൂറിൻ സ്ട്രിപ്സ് പോലുള്ള സാധനങ്ങളുണ്ട്. അതെല്ലാം ഹ്യൂമിഡിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത്തരം ഡ്രൈ സ്ട്രിപ്പ് ആയിരിക്കുമ്പോഴാണ് അതിൽ റിയാക്ഷൻ കറക്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഹ്യൂമിഡിറ്റി എത്ര പെർസെന്റേജ് വേണം, അതല്ലെങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സ്ഥലത്തൊക്കെ ഹ്യൂമിഡിറ്റി എത്രമാത്രമാണെന്ന് കൃത്യമായി മെഷർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവണം. അതുപോലെ തന്നെ അത് കൈകാര്യം ചെയ്യുകയും വേണം. ഇനി അടുത്ത വിഷയം, ഒരു മെഷീൻ, ഒരു ലാബിലേക്ക് നമ്മളൊരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ മെഷീൻ പ്രോസസ്സ് ചെയ്യുന്നത് ഹസാഡസ് ആയിട്ടുള്ള കെമിക്കൽസ് അതല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന്റെ സാമ്പിൾസ് ഒക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതെല്ലാം പ്രോസസ്സിങ് കഴിയുമ്പോൾ ഇതിന്റെ വേസ്റ്റ് ഉണ്ടാവും. അത് ഒരു പക്ഷേ ലിക്വിഡ് വേസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സോളിഡ് വേസ്റ്റ് ആയിരിക്കും. ഈ രണ്ട് സാധനവും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. ഈ ലിക്വിഡ് വേസ്റ്റ് ആണെങ്കിൽ അത് ഹോസ്പിറ്റലിന്റെ ജനറൽ ഡ്രെയിനേജിലേക്കോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെയോ പഞ്ചായത്തിന്റെ വട്ടവർ ആ ഭാഗത്തുള്ള ജനറൽ പബ്ലിക് ഡ്രെയിനേജ് സിസ്റ്റത്തിലേക്കോ പോയാൽ അത് നമ്മളുടെ മറ്റുള്ള പുഴ പോലെ തോട് പോലെയുള്ള ഡ്രിങ്കിങ് സോഴ്സുകളിലേക്കൊക്കെ കണ്ടാമിനേഷൻ ആവാൻ ചാൻസ് ഉണ്ട്. വലിയ ഒരു ഡിസീസ് സ്പ്രെഡ്, ഇന്നിപ്പോ കൊറോണയൊക്കെ പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ WHO സ്റ്റാൻഡേർഡ് പ്രകാരം ഇതിനെ ഒരു ബയോ ഹസാർഡ് മെറ്റീരിയൽ ആയിട്ടാണ് അത് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അത് കൈകാര്യം ചെയ്യുന്നതിന് അതിൻ്റെതായ പ്രോട്ടോകോൾസ് ഉണ്ട്. അത് കളക്ട് ചെയ്ത് ഇൻസിനറേറ്റ് ചെയ്യാവുന്ന പ്രൈവറ്റ് ഏജൻസികളുണ്ട്. വലിയ വലിയ ഹോസ്പിറ്റലുകളിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻഹൗസ് ഫെസിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഇത്തരം സാധനങ്ങൾ, അത് ലാബ് മാത്രമല്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നായിരിക്കാം, വാർഡിൽ നിന്നായിരിക്കാം, എവിടെ നിന്നാണെങ്കിലും അത്തരം
മെറ്റീരിയൽസ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് വളരെ ഹൈ റിസ്ക് പൊട്ടൻഷ്യൽ മെറ്റീരിയൽ ആയിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്. അത് ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ പ്രകാരമാണ് അത് ഡിസ്കാർഡ് ചെയ്യുകയും ചെയ്യേണ്ടത്. ജനറൽ ആയിട്ടുള്ള പബ്ലിക് ഡ്രെയിനേജിലേക്കോ ഹോസ്പിറ്റൽ ഡ്രെയിനേജിലേക്കോ അത് പോവാതെ ശ്രദ്ധിക്കണം. അതും നമ്മുടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എപ്പോഴും മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്തും അതിന്റെ ഫെസിലിറ്റീസ് ചെക്ക് ചെയ്യാൻ നേരത്തും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. ഇനി നമ്മളൊരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നായിട്ട് അല്ലെങ്കിൽ അതിന്റെ മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ മെഷീനും നേരത്തെ പറഞ്ഞ ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെഷീൻസ്, ഒരു മൈക്രോസ്കോപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ജനറൽ ആയിട്ട് വേണ്ട ഒരു സാധനം പവർ സപ്ലൈ മാത്രമാണ്. അതിന് മറ്റ് ആക്സസറീസ്, വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. അതേസമയം ഒരു സെൻട്രിഫ്യൂജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സെൻട്രിഫ്യൂജ് വെക്കുന്ന ടേബിൾ അത് വളരെ സ്ട്രോങ് ആയിരിക്കണം. കാരണം സെൻട്രിഫ്യൂജിൽ അതിൻ്റെ അകത്തുള്ള മോട്ടർ ഒരു പക്ഷേ 3000, 4000 അല്ലെങ്കിൽ 5000 RPM-ലൊക്കെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത്ര ഹൈ സ്പീഡ് റൊട്ടേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റേബിൾ അല്ലെങ്കിൽ അത് വെച്ചിരിക്കുന്ന ടേബിൾ സ്റ്റേബിൾ അല്ല, വൈബ്രേഷനുള്ള ടേബിളൊക്കെ ആണെങ്കിൽ അത് തൊട്ടടുത്തേക്കുന്ന ടെക്നീഷ്യന് വരെ അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരു പക്ഷേ അത് പൊട്ടിത്തെറിക്കാനോ തെറിച്ച് പുറത്തേക്ക് മറിഞ്ഞു വീഴാനൊക്കെ സാധ്യതകളുണ്ടാവും. അപ്പോൾ അത് ഒരു ജനറൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സെൻട്രിഫ്യൂജിനും മൈക്രോസ്കോപ്പിന് പറഞ്ഞ പോലെ തന്നെ പവർ സപ്ലൈ ആവശ്യമാണ്. എല്ലാ മെഷീനിലും അതിന്റെ സ്പെസിഫിക്കേഷൻസ് അതിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും. എത്ര വോൾട്ടേജ്, എത്ര ആംബിയർ. സെൻട്രിഫ്യൂജ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഒരു ലിമിറ്റഡ് RPM സ്പെസിഫിക്കേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ അതിന്റെ ഓപ്പറേഷൻ മാനുവലോ സർവീസ് മാനുവലോ വായിച്ചു നോക്കണം. അതനുസരിച്ചിട്ട് വേണം അതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളും ചെയ്യാനായിട്ട്. മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നായിട്ട് സാധാരണ ഒരു ചെറിയ സെൻട്രിഫ്യൂജ്, മൈക്രോസ്കോപ്പ് ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു പ്രോട്ടോകോൾ, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടേബിൾ വേണം, അതല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റ് വേണം. അതിനപ്പുറത്തേക്ക് ഒരു വലിയ അനലൈസറാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒരു ചിലപ്പോൾ ചില മെഷീനൊക്കെ 600 to 1000 kilogram വെയിറ്റ് ഉണ്ടാവും. അത്തരം മെഷീൻസുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നായിട്ട് എല്ലാ മെഷീൻസിൻ്റെയും കൂടെ അതിന്റെ മാനുഫാക്ചറർ നമുക്കൊരു പ്രീ ഇൻസ്റ്റലേഷൻ സർവേ തരും. ഒരു ലിസ്റ്റ് ഓഫ് ചെക്ക് ലിസ്റ്റാണ്. ആ ചെക്ക് ലിസ്റ്റ് പ്രകാരം ഈ മെഷീൻ വെക്കുന്ന ഫ്ലോർ ലാബിൽ അത്രയും വെയിറ്റ് താങ്ങാനുള്ള ഫൗണ്ടേഷൻ ഉണ്ടോ. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ഈ മെഷീൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, ഫോർക്ക് ലിഫ്റ്റോ ക്രെയിനോ വെച്ചാണോ അകത്തേക്ക് കയറ്റുന്നത്, അതല്ല സാധാരണ ലിഫ്റ്റ് വഴിയാണോ, അതിനുള്ള കോറിഡോർ സ്പേസ് ഉണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം ആ ചെക്ക് ലിസ്റ്റിലുണ്ടാവും. ഇതെല്ലാം നമ്മൾ പ്രീ ഇൻസ്റ്റലേഷന് മുന്നായിട്ട് അവിടെ പോയി ഓരോ ചെക്ക് ലിസ്റ്റ് നമ്മൾ ടിക്ക് ചെയ്യണം. ഡോറിന്റെ സൈസ് എത്രയാണ്, കോറിഡോറിന്റെ സൈസ് എത്രയാണ്, വെന്റിലേഷൻ സ്പേസ് ഉണ്ടോ, ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റ് പറഞ്ഞ പ്രകാരം ഉണ്ടോ, ഡ്രെയിനേജ് ഫെസിലിറ്റീസ് ഉണ്ടോ, ഈ കാര്യങ്ങളെല്ലാം തന്നെ ആ ചെക്ക് ലിസ്റ്റിലുണ്ടാവും. ഈ ചെക്ക് ലിസ്റ്റ് പ്രകാരം എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷമാണ് ഒരു വലിയ മെഷീൻ, സാധാരണ ചെറിയ മെഷീൻ ഒരു പക്ഷേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. വലിയ മെഷീൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കൃത്യമായ പ്ലാൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യേണ്ടത്. ടോപ്പിക്ക് റേഡിയേഷൻ സേഫ്റ്റി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, എക്സ്റേ, CT സ്കാൻ, റേഡിയോതെറാപ്പി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് റേഡിയേഷൻ ഹസാർഡ്സ് വരാനുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പോൾ റേഡിയേഷൻ്റെ ഓവർ എക്സ്പോഷർ വളരെയധികം ഹാനികരമാണ്. ഷോർട്ട് ടേം എഫക്ട്സ് കൂടാതെ ലോങ് ടേം എഫക്ട്സും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്യാൻസറൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ റേഡിയോളജിക്കൽ സേഫ്റ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സ്റേ മെഷീൻ്റെ പ്രീ ഇൻസ്റ്റലേഷൻ ഘട്ടത്തിലും ഇൻസ്റ്റലേഷൻ്റെ സമയത്തും യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ വളരെയധികം പ്രിക്കോഷൻസ് എടുക്കണം. എക്സ്റേ റൂം ലേഔട്ട്, എക്സ്റേ എക്യുപ്മെൻറ്റ് സേഫ്റ്റി, റേഡിയോളജിസ്റ്റിൻ്റെ പേഷ്യൻ്റെ സേഫ്റ്റി ഒക്കെ എൻഷുർ ചെയ്യുന്നത് എങ്ങനെയെന്ന് ഈ രംഗത്ത് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറായ ശ്രീ ആശിഷ് തോമസ് സാറിൻ്റെ വാക്കുകൾ കേൾക്കാം. റേഡിയോളജി എക്യുപ്മെന്റ്സിനകത്ത് റേഡിയേഷൻ്റെ എഫക്റ്റ് കുറച്ച് അധികമാണ്. സോ നമ്മൾ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ടുമൂന്ന് പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കേണ്ടതാണ്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് പ്രീ ഇൻസ്റ്റലേഷൻ സമയത്ത്, അത് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് മുമ്പ് നമ്മളെ റൂം കംപ്ലീറ്റഡ് റിലേറ്റഡ് ആയിരിക്കണം. അതായത് ഒരു ലെഡ് ഷീറ്റ് വെച്ച് നമ്മളൊരു 2 mm ലെഡ് ഷീറ്റ് 2.5 ഹൈറ്റിൽ ആ റൂമിന് ചുറ്റും ലെഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അതിനകത്തൊരു കൺസോൾ റൂം ഉണ്ടെങ്കിൽ ആ കൺസോൾ റൂമും
അതനുസരിച്ച് നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്യേണ്ടതാണ്. കാരണം ഈ റേഡിയേഷൻ ഓപ്പറേറ്ററിനും ഹാംഫുൾ ആണ്. സോ റേഡിയേഷൻ ഒരു ഓപ്പറേറ്റർ റൂമിനകത്ത് ഉപയോഗിക്കുന്ന സമയത്ത്, എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് റേഡിയേഷൻ ആ ഓപ്പറേറ്റർ റൂമിനകത്ത് വരാൻ പാടില്ല. സോ ആ ഓപ്പറേറ്റർ റൂമും പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഓപ്പറേറ്റർ റൂമിനകത്ത് ഒരു ലെഡ് വിൻഡോ ഉണ്ട്, ലെഡ് വിൻഡോ ഗ്ലാസ് ഉണ്ടാവും. ആ ലെഡ് വിൻഡോ എന്ന് പറയുന്നത് അത് ആ ഒരു സ്പെഷ്യൽ ടൈപ്പ് ലെഡ് ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു വിൻഡോ ഗ്ലാസ് ആണ്, ട്രാൻസ്പെറന്റ്. അത് നമുക്ക് ഓപ്പറേറ്ററിന് ഈ കൺസോൾ റൂമിൽ നിന്ന് എക്സാമിനേഷൻ റൂമിലേക്ക് വ്യൂ ചെയ്യാൻ വേണ്ടിയാണ്. അത് നോർമൽ ലെഡ് ഗ്ലാസ് അല്ല, അതൊരു നോർമൽ ഗ്ലാസ് അല്ല, അതൊരു പ്യുവർ ലെഡ് ഗ്ലാസ് ആണ്. സോ അത് റേഡിയേഷനെ ഈ കൺസോൾ റൂമിലേക്ക് കടത്തിവിടാതെ നോക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ മെയിൻ ഡോർ ഇതായിരിക്കണം, പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം. കാരണം റേഡിയേഷൻ വെളിയിൽ പോകാൻ പാടില്ല. ഒരു ബൈസ്റ്റാൻഡറോ അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റൽ സ്റ്റാഫോ അല്ലെങ്കിൽ കോറിഡോറിലോ ഈ റൂമിന് ഔട്ട്സൈഡ് പുറത്തുണ്ടെങ്കിൽ അതിനൊരു പ്രിക്കോഷണറി മെഷറായിട്ട് ഈ ലെഡ് ഡോറും മെയിൻ ഡോറും ലെഡഡ് ആയിരിക്കണം. അതായത് ആ കംപ്ലീറ്റ് റൂം, ആ എക്സ്റേ റൂം ഇൻസ്റ്റാൾ ചെയ്യുന്ന എവിടെയാണോ ആ റൂം നമ്മളൊരു പർട്ടിക്കുലർ ഹൈറ്റിലെ ലെഡ് ഷീൽഡ് വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ലെഡ് അടിച്ചിട്ട് അതിന് പാനലിംഗ് ഒക്കെ ചെയ്തിട്ട് ജിപ്സം പാനലിംഗ് ആക്കാം, വുഡൻ പാനലിംഗ് പല രീതിയിലും ചെയ്യാറുണ്ട്. അടുത്ത എന്ന് പറയുന്നത് ഈ നമ്മളെ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മെയിനായിട്ട് ഈ എക്സ്റേ വരുന്നത് എക്സ്റേ ട്യൂബിനാണ്. സോ എക്സ്റേ ട്യൂബ് ഓൾറെഡി അതിന്റെ ഹൗസിംഗ് കംപ്ലീറ്റ് ലെഡഡ് ആണ്, പ്രൊട്ടക്റ്റഡ് ആണ്. റേഡിയേഷൻ മാക്സിമം കവറിങ് എക്സ്റേ ട്യൂബിൽ നിന്ന് പുറത്തു വരാൻ ചാൻസ് ഇല്ല. ഉള്ളി ആ റേഡിയേഷൻ വരുന്നതെന്ന് വെച്ചാൽ ഒരു വിൻഡോ ഉണ്ട്, എക്സ്റേ ട്യൂബിന് ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയുടെ അടിയിലാണ് നമ്മളൊരു കോളിമേറ്റർ എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കുന്നത്. ആ കോളിമേറ്റർ എന്ന് പറയുന്നത് ഈ നമ്മൾ പേഷ്യന്റിനെ പൊസിഷൻ ചെയ്യാൻ വേണ്ടിയാണ്. പൊസിഷൻ എന്ന് വെച്ചാൽ എക്സ്റേ ബീം എന്ന് പറയുന്നത് വിസിബിൾ അല്ല. സോ വിസിബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു എക്സ്റേ ടെക്നീഷ്യൻ അല്ലെങ്കിൽ അതിന്റെ ആരാണ് ഉപയോഗിക്കുന്നത് അവർക്ക് റേഡിയേഷൻ എവിടെയാണ് വീഴേണ്ടത് എന്ന് പൊസിഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ കോളിമീറ്ററിൽ ഉപയോഗിക്കുന്നത്. അതൊരു നോർമൽ LED ലൈറ്റ് വെച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഈ എക്സ്റേ ബീമും ഈ ലൈറ്റും കൂടെ അലൈൻ ആയിരിക്കണം. അത് അലൈൻ ചെയ്യുന്നത് വെച്ചാൽ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻസ്റ്റലേഷൻ എഞ്ചിനീയേഴ്സ് ഇത് അലൈൻ ചെയ്തിട്ട് പല രീതിയിൽ എക്സ്പോസ് ഒക്കെ ചെയ്തിട്ട് അലൈൻ ചെയ്തിട്ടാണ് ഈ മെഷീൻ ഹാൻഡ് ഓവർ ചെയ്ത് നമ്മുടെ ടെക്നീഷ്യനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് കൊടുക്കുന്നത്. സോ ഇതെല്ലാം ആദ്യം ഇൻസ്റ്റലേഷൻ സമയത്ത് നമ്മൾ ഇൻസ്റ്റലേഷൻ എഞ്ചിനീയേഴ്സ് ഇതെല്ലാം ചെയ്യും. അതുപോലെ തന്നെ കൂടാതെ എഞ്ചിനീയേഴ്സ് മെഷീനെ കാലിബ്രേറ്റ് ചെയ്യുന്ന ഡോസ് എത്ര kV ആണ്, എത്ര MA ആണ്, അത് എത്ര സെക്കൻഡ്സ് ആണ്. ഇത് ഈ കൺസോൾ യൂണിറ്റിൽ നിന്ന്, അതായത് ഓപ്പറേറ്റർ കൺസോൾ യൂണിറ്റ് വെക്കുന്നത്. സോ അവിടുന്ന് ഒരു എക്സ്റേ ടെക്നീഷ്യൻ അല്ലെങ്കിൽ എന്റെ യൂസർ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ഏത് പാരാമീറ്ററാണോ ഉപയോഗിക്കുന്നത് അതിന്റെ കറക്റ്റ് ഔട്ട്പുട്ടാണ് ആ ട്യൂബിൽ വരുന്നതെന്ന് എല്ലാം വെച്ച് നോക്കുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് കാലിബ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് കറക്റ്റ് ഔട്ട്പുട്ട് വരുന്നുണ്ടോ ഇല്ലെന്നത്. അത് ഇൻസ്റ്റലേഷൻ സമയത്ത് നമ്മുടെ എഞ്ചിനീയേഴ്സ് അത് കാലിബ്രേറ്റ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ടൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ വെരിഫൈ ചെയ്തിട്ടാണ് ഇത് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ മെഷീന് അതായത് എക്സ്റേ റൂമും മെഷീനും കൂടെ കംപ്ലീറ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ബാർക്കാണ് അതിന്റെ ഏജൻസി. സോ അവർ വന്ന് ചെക്ക് ചെയ്യും ലീക്കേജ് ടെസ്റ്റ്. ലീക്കേജ് എന്ന് വെച്ചാൽ അതിനൊരു ഇതുണ്ട്, സർവേ മീറ്റർ ഉണ്ട്. സർവേ മീറ്റർ വെച്ചാണ് അവർ വന്ന് ഈ റൂം കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്നത്. അവര് പല പൊസിഷനിൽ ഈ സർവേ മീറ്റർ വെച്ചിട്ട് എക്സ്പോസ് ചെയ്തു റേഡിയേഷൻ എക്സ്പോസ് ചെയ്യും. പല പാരാമീറ്റേഴ്സിനും ഹൈ kV ടെക്നിക്കിലോ ഒക്കെ ഉപയോഗിച്ച് റേഡിയേഷൻ പുറത്തേക്ക് വരുന്നുണ്ടോ, എന്തെങ്കിലും ലീക്കേജ് ഡോറിന്റെ സൈഡിലോ അല്ലെങ്കിൽ കൺസോളിന്റെ സൈഡിലോ റൂമിന്റെ പുറത്തേക്ക് ലീക്കേജ് ഉണ്ടോ എന്ന് 1 by 1 ഒരു ചെക്കിങ്. ഇത് ഈ പ്രൊസീജിയർ അവരൊരു സർട്ടിഫിക്കറ്റ് തരത്തുള്ളൂ. ഈ എക്സ്റേ റൂം കംപ്ലീറ്റ്ലി ഓക്കെയാണ്, സർട്ടിഫൈഡ് ടു യൂസ്. സപ്പോസ് ഇൻ കേസ് വല്ല ലീക്കേജ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് അവർ പറയും ഇവിടെ ലെഡ് ഷീൽഡ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് അല്ല, നമ്മൾ അതിനെ കുറച്ച് മോഡിഫൈ ചെയ്യണം,
അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ മെഷേഴ്സ് ചെയ്യണം ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് തരത്തുള്ളൂ. സോ ഇത് കംപ്ലീറ്റ് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് നമ്മൾ ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മെയിൻ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ്. സോ ഇതെല്ലാം കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മെഷീന് നമ്മുടെ ഒരു എൻഡ് യൂസറിന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് ഹാൻഡ് ഓവർ ചെയ്ത് സർട്ടിഫൈഡ് ടു യൂസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു മെയിനായിട്ട് ഒരു ഫീച്ചർ വേണ്ടതെന്ന് വെച്ചാൽ വാർണിംഗ് സിഗ്നൽസ്, വാർണിംഗ് ലൈറ്റ്സ്. ഈ വാർണിംഗ് ലൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡോറിന്റെ മുമ്പിൽ വാർണിംഗ് ലൈറ്റ്സ്, ഡോറിന് മുമ്പിൽ നമ്മൾ ഒരു വാർണിംഗ് ലൈറ്റ്സ് കൊടുക്കണം. മെഷീൻ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ റേഡിയേഷൻ ടെക്നീഷ്യൻ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു വാർണിംഗ് ലൈറ്റ് ഗ്ലോ ചെയ്യണം. ആ ഗ്ലോ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സ്പോസ് ചെയ്യുന്ന സമയത്താണ്. സോ അതൊരു പ്രൊട്ടക്റ്റീവ് മെഷറാണ്. കാരണം ഒരു വെളിയിൽ ഒരു ബൈസ്റ്റാൻഡർ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാഫ് അവെയർ ആയിരിക്കണം ഇവിടെ റേഡിയേഷൻ ഉണ്ട്, സോ ഇവിടെ കടന്നു വരാൻ പാടില്ല, മെയിൻ ഡോർ കൂടെ കടന്നു വരാൻ പാടില്ല, സോ അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വാർണിംഗ് ലൈറ്റ്സ്. സിഗ്നൽ നമ്മൾ വാർണിംഗ് സിഗ്നൽസും ലേബലിംഗും ഒക്കെ ചെയ്യാറുണ്ട് എക്സ്റേ റൂമിന്റെ പുറത്ത്. അതായത് ഒരു പ്രിവെന്റീവ് മെഷർ എന്ന രീതിയിൽ. കാരണം ഒരു വെളിയിൽ നിന്നൊരു അൺനോൺ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ആരെങ്കിലും പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സ് ഈ ഏരിയയിലേക്ക്, റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് വരാൻ പാടില്ല. കാരണം നമുക്കെല്ലാവരും അറിയുന്ന പോലെ റേഡിയേഷന്റെ എഫക്ട് വളരെ കൂടുതലാണ് ഈ റേഡിയോളജി എക്യുപ്മെന്റ്സിൽ. സോ അത് പല രീതിയിലും ഹാംഫുൾ ആണ്. നമുക്ക് ഓവർ റേഡിയേറ്റഡ് ആണെങ്കിൽ അത് ബോത്ത് പേഷ്യൻസിനും ആ ഏരിയയിലുള്ളവർക്കെല്ലാം ഹാംഫുൾ ആണ്. സോ അതിനകത്ത് അതുപോലെ തന്നെ നമ്മൾ പല പ്രൊട്ടക്റ്റീവ് മെഷേഴ്സും എടുക്കാറുണ്ട്. ഈ എക്സ്റേ ടെക്നീഷ്യന് ഒരു TLD ബാഡ്ജ് ഉപയോഗിക്കാറുണ്ട്. TLD ബാഡ്ജ് എന്ന് പറയുന്നത് അത് എപ്പോഴും ടെക്നീഷ്യനെ എക്സ്റേ റൂമിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് വെയർ ചെയ്യാൻ വേണ്ടിയാണ്. ചെസ്റ്റിന്റെ ഭാഗത്താണ് പിൻ ചെയ്യേണ്ടത്. സോ ആ TLD ബാഡ്ജും അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ഏപ്രോൺസ് അല്ലെങ്കിൽ ക്ലോത്തിങ്സ് ഉപയോഗിക്കാറുണ്ട്. അതിൽ പ്രൊട്ടക്റ്റീവ് ഏപ്രോൺസ് എന്ന് പറയുന്നത് അതിനകത്ത് ഈ ലെഡ് ഷീൽഡിന്റെ പാളികളാണ് ഈ ഏപ്രോണിനകത്ത്. സോ അത് ഈ റേഡിയേഷനെ കഴിവതും പ്രൊട്ടക്റ്റീവ് ചെയ്യും. നമുക്ക് അതെല്ലാം അറിയാവുന്ന പോലെ ഈ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുത്താലേ ഉള്ളൂ കഴിവതും നമുക്ക് റേഡിയേഷന്റെ എഫക്ട് ഈ ടെക്നീഷ്യന് അല്ലെങ്കിൽ പേഷ്യൻസിന് അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സും ഈ സേഫ്റ്റി ഫീച്ചേഴ്സും എല്ലാം കൂടെ ചെയ്താൽ നമുക്ക് ഈ എക്സ്റേ റേഡിയേഷൻ അല്ലെങ്കിൽ എക്സ്റേ ഉപയോഗം വളരെ നമുക്ക് ലോ ലെവലിൽ റേഡിയേഷൻ എഫക്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ അതിന്റെ ഹസാർഡ്നെസ് കുറയ്ക്കാനും പറ്റും. സോ ഈ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ റേഡിയോളജി എക്യുപ്മെന്റ്സ് വളരെ സേഫ്റ്റി ആയിട്ടും ലെസ് റേഡിയേഷനിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിരിക്കും. താങ്ക് യു.